അപ്പം ഇപ്പം നമ്മളൊരു സോളിനോയിഡിനകത്തേക്ക് ഒരു മാഗ്നറ്റ് കടത്തുക, അല്ലെ മാഗ്നറ്റിനകത്ത് പുറത്തേക്ക് ഒരു സോളിനോയിഡ് കൊണ്ടുവരുവാണ്. എന്ത് ചെയ്താലും അവിടെ ആ കാന്തത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടാക്കി കഴിയുമ്പം ആ സോളിനോയിഡ് ഒരു ഗാൽവനോമീറ്ററായിട്ട് കണക്ട് ചെയ്താൽ നമുക്കറിയാം അവിടെ ഒരു കറണ്ട് ഉണ്ട്. സോ ഒരു പ്രാവശ്യം പറയുകയാണ്, വെനെവർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് then an induced EMF is formed. ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായി. ഗാൽവനോമീറ്റർ കൊടുത്തത് കറണ്ടിന്റെ പ്രസൻസ് അറിയാനാണ്. അപ്പൊ നോർത്ത് പോള് സൗത്ത് പോള് നമ്മൾ ഉപയോഗിക്കുന്ന മാഗ്നറ്റിന്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് കറണ്ടിന്റെ ഡയറക്ഷൻ മാറും. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെ വൈദ്യുതകാന്തിക പ്രേരണത്തിന്റെ കറണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി കമ്പിച്ചുരുളിന്റെ എണ്ണം കൂട്ടാം, ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക, ഈ മോഷന്റെ സ്പീഡ് കൂട്ടും. ഇനി അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഹെഡിങ് എഴുതിക്കൂ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇപ്പൊ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിച്ചത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആയിരുന്നു. റൈറ്റ് ഹാൻഡ് തമ്പ്. അതിന് ശേഷം നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതിനുശേഷം നമ്മൾ പഠിച്ചു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാമായി പഠിക്കാൻ പോകുന്നത് ഫ്ലെമിങ്സിന്റെ തന്നെ റൈറ്റ് ഹാൻഡ് റൂൾ. ഒന്നും തെറ്റിച്ച് കളയില്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. മലയാളത്തിൽ നിന്ന് പറഞ്ഞ അലീന, മാക്സ്വെല്ലിന്റെ അല്ല, മാക്സ്വെല്ലിന്റെ വലതുകൈ പെരുവിരൽ നിയമം, ഫ്ലെമിങ്സിന്റെ ഇടതുകൈ നിയമം. ഇനി പഠിക്കാൻ പോകുന്നത് ഫ്ലെമിങ്സിന്റെ വലതുകൈ. വലതുകൈ. ഇപ്പൊ ആദ്യത്തെ നമ്മൾ പഠിച്ചത് ഒരു കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും തമ്മിലാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു തമ്പിന്റെ ഡയറക്ഷനിൽ നമ്മളുടെ കറണ്ട് പോവുകയാണെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ്, നമ്മളുടെ ഈ ചുറ്റി പിടിച്ചിരിക്കുന്ന വിരൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കറണ്ട് ത്രൂ എ കണ്ടക്ടർ. then this is the direction of the magnetic field. രണ്ടാമത് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നമ്മൾ പറഞ്ഞത് ഒരു കറണ്ട് കടന്നു പോവുകയും ആ കറണ്ട് പോകുന്ന കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ കണ്ടക്ടറിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനും കറണ്ടിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിൽ ആ കണ്ടക്ടർ മൂവ് ചെയ്യും. അല്ലെങ്കിൽ ആ ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നായിരുന്നു FBI എന്ന് ഓർക്കണം. ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക, എഫ് ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഓർത്തിരിക്കുക, എളുപ്പത്തിന് പറഞ്ഞായിരുന്നു. എഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്ന ഡയറക്ഷൻ. ബി ദിസ് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഐ ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ഈ നടുവിരലിന്റെ ഡയറക്ഷനിൽ കറണ്ടും ചൂണ്ടുവിരലിന്റെ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും പോവുകയാണെങ്കിൽ അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിൽ ആ കണ്ടക്ടർ മൂവ് ചെയ്യും. ഇനി പറയാൻ പോകുന്നത് സെയിം റൂൾ യൂസിങ് റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് വെച്ച് ഫ്ലെമിങ്സ് ഇൻഡ്യൂസ്ഡ് EMFന്റെ നമ്മളിപ്പോൾ പറഞ്ഞു വെനെവർ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഫോം. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വേണം. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരുന്നേച്ച് നമ്മൾ കണ്ടക്ടറിനെ മൂവ് ചെയ്യിപ്പിക്കും അല്ലേ? ആദ്യം സോളിനോയിഡിനെ ഒന്നെങ്കിൽ മൂവ് ചെയ്യിപ്പിക്കും. അപ്പം ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് കണ്ടക്ടർ ഒരു വശത്തോട്ട്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. മുമ്പത്തെ പോലെ തന്നെ രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡ്.
എന്നാൽ മൂന്നാമത്തെ വിരലിൽ ഞാനിപ്പോൾ എന്നാ പറഞ്ഞേ, ആൻ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓർ ഇൻഡ്യൂസ്ഡ് EMF. ഇൻഡ്യൂസ്ഡ് എന്ന് കറണ്ട് തന്നെ എടുത്തേക്കാം. അപ്പൊ ഇതാണ് ഇവിടുത്തെ തമ്പ്, ഇതാണ് ഇവിടുത്തെ ചൂണ്ടുവിരൽ, ഫോർ ഫിംഗർ, ഇതാണ് ഇവിടെ മിഡിൽ ഫിംഗർ. ഇതെന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ കുറെ റൂളുകൾ കയ്യിലുണ്ട്. ഏത് റൂള് പറയണം, ഏത് റൂൾ ആൻസറിൽ എഴുതണം എന്നൊന്നും തലതിരിഞ്ഞു പോകരുത്. ഇവിടെ നമ്മൾ ഒന്നാമത്തെ കേസിൽ, ആദ്യത്തെ കേസിൽ പറഞ്ഞ് ഒരു പേപ്പറിലൊക്കെ ഇങ്ങനെ ഒരു ഷീറ്റ് തന്നിട്ട് ആ ഷീറ്റിന്റെ മുകളിലോട്ടൊക്കെ ഒരു കറണ്ട് പോകുമ്പം ഏത് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ ഉണ്ടാക്കാൻ വേണ്ടി തമ്പ് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. തമ്പ് വെച്ച് നോക്കുമ്പം മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും, ദാറ്റ് ഈസ് എ നോർത്ത് പോൾ. ഇതെന്ന് പറഞ്ഞത് നമ്മളൊരു കാന്തം എടുത്ത് അല്ലെ മോട്ടറൊക്കെ പറയുമ്പം ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലേ കറങ്ങുള്ളൂ എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ ഒരു കാന്തം ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു പോളിൽ നിന്ന് ഇങ്ങോട്ട് പോരും. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു കണ്ടക്ടറിലൂടെ കറണ്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഓർക്കുന്നുണ്ട്, ഹാങ് ചെയ്തിട്ട് ഒരു കറണ്ട് I കൊടുത്തു. അങ്ങനെയെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും, കറണ്ടിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ട് അവൻ സഞ്ചരിക്കും. ഇനി ഇവിടെ പറയുന്നത് പേജ് നമ്പർ 49 പോലെ നോക്കുക. ഒരു മാഗ്നറ്റ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ ഫോഴ്സ് ലൈൻസ് ഇങ്ങനെയാണ് പോണത്. ഇതിങ്ങനെ ഒരു ഡയറക്ഷനിലോട്ട് പോയി. ഇനി നമ്മൾ ഈ കണ്ടക്ടറിനെ, ഇതിനകത്തിരിക്കുന്ന കണ്ടക്ടറിനെ മുകളിലോട്ടുള്ള ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയ ഒരു ഡയറക്ഷനിലേക്ക് മുകളിലോട്ടും താഴത്തോട്ടുമാണ് നമ്മുടെ കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറിന്റെ മോഷൻ. അങ്ങനെയെങ്കിൽ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷൻ, അതായത് ഇവിടെയാണ് ഈ പേപ്പറിന്റെ പ്ലെയിനിൽ നിന്ന് അപ്പുറത്തേക്ക് തുളഞ്ഞു വന്ന ഈ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലായിരിക്കും ഇവിടെ നമ്മളുടെ ഇൻഡ്യൂസ്ഡ് EMF അല്ലെ പ്രേരിത കറണ്ട് അല്ലെ പ്രേരിത വൈദ്യുതി അല്ലെ പ്രേരിത EMF ഉണ്ടാകും. സോ ദിസ് റോസ് ലൈൻ, പിങ്ക് ഈ ലൈനാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. നമുക്കൊന്ന് കൈ വെച്ച് നോക്കാം, വലത് കൈ വെച്ച് നോക്കാം. വലത് കൈയുടെ ചൂണ്ടുവിരൽ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് മോഷൻ ഓഫ് കറണ്ട് മുകളിലോട്ടാണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡയറക്ഷൻ ഈ ഡയറക്ഷൻ കേട്ടോ. അങ്ങനെ വരച്ചൊരു കൃത്യമായിട്ട് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാലും ഡയറക്ഷൻ വേണേൽ കൃത്യമായിട്ട് വരയ്ക്കാം. പേപ്പറിൽ നിന്ന് ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ, ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ആ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഇൻഡ്യൂസ്ഡ് കറണ്ട്. ഇത് മായ്ച്ചു കളഞ്ഞേക്കാം. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടുന്ന് വലത്തുനിന്ന് അടുത്തേക്ക് പോരുകയാണ്. പിന്നെ നമ്മളുടെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ഓർ മോഷൻ ഓഫ് ദ കണ്ടക്ടർ, കണ്ടക്ടർ Y ആക്സിസിലല്ലേ മുകളിലോട്ടും താഴത്തോട്ടും മൂവ് ചെയ്യുകയാണെങ്കിൽ കറൽ വെച്ച് നോക്കണം. അതാ ഞാൻ ആദ്യം ഇങ്ങോട്ട് വരച്ചിട്ട് മായ്ച്ച് അങ്ങോട്ട് വരച്ചത്. ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ച് നോക്കി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. This is the direction of motion of the conductor. Then this is the direction of induced EMF. ലാപ്പിനകത്തേക്ക്, ഇവിടുന്ന് ലാപ്ടോപ്പിനകത്തേക്ക് തുളഞ്ഞു കയറുവാണ്. അതുകൊണ്ട് ഞാൻ ബ്രൗൺ അല്ലെങ്കിൽ കാപ്പിപ്പൊടി കളറിനെ ഇൻറ്റു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ വരച്ചു. ദാറ്റ് ഈസ് ദ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ദാറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF. അപ്പൊ ഇൻഡ്യൂസ്ഡ് EMF വെച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്, ഇൻഡ്യൂസ്ഡ് EMF ഓർ കറണ്ട്. ഇനി ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്തു, മോഷനിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാത്രം, വേറെ ഒന്നിനെ കുറിച്ചും പറയണ്ട, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി അതിന്റെ ഡയറക്ഷൻ ഏതെന്ന് മാത്രം പറയുന്നതാണ്
ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് തമ്പ്. മൂന്നും ക്ലിയർ അല്ലേ? മൂന്നും തമ്മിൽ തിരിഞ്ഞു പോകരുത്, തെറ്റിക്കരുത്. വരച്ച് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തേ, എഴുതിയെടുക്കുകയോട് ചെയ്തേ. പേജ് നമ്പർ 49 ഏറ്റവും മുകളിൽ കണ്ടോ? ആ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇമാജിൻ എ കണ്ടക്ടർ മൂവിങ് പെർപെൻഡിക്കുലർ ടു എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയി അല്ലെ ലംബമായി ഒരു കണ്ടക്ടർ ചലിപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ ഫിംഗർ സ്ട്രെച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ തന്നെ നമ്മുടെ സെന്റൻസ് ആയിട്ട് എങ്ങനെ എഴുതിയാൽ മതി? ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോർ ഫിംഗർ. എപ്പോഴും വരുന്ന പോലെ ചൂണ്ടുവിരലിന്റെ ഡയറക്ഷനാണ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടക്ടറിനെ ഞാൻ അനക്കിയത് തമ്പിന്റെ ഡയറക്ഷനാണ്, അല്ലെങ്കിൽ ഇതിന് മാഗ്നറ്റിക് ഫീൽഡിന് ലംബമായിട്ടാണ്. ഇതിന് രണ്ടും ലംബമായി വരുന്ന നടുവിരലിന്റെ ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാകുന്നത്? പ്രേരിത വൈദ്യുതി, പ്രേരിത കറണ്ട്, പ്രേരിത EMF ഉണ്ടാകുന്നു, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യില്ല. അതായത് പറയണേ, ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം മറന്നു പോകും. പരീക്ഷ കുറച്ച് നാൾ കഴിഞ്ഞ്. ഒന്നുകൂടെ നോക്ക്, പറഞ്ഞു എന്നോട് പറഞ്ഞു. കൺസിഡർ എ magnetic field. Consider a magnetic field moving perpendicular to the magnetic field. A conductor moving perpendicular to the magnetic field. ഇനി നമ്മുടെ കൈയുടെ കാര്യം പറഞ്ഞു. റൈറ്റ് ഹാൻഡ് റൂളിലേക്ക് വന്നു. സ്ട്രെച്ച് ദ ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് അല്ലേ? ഇനി എങ്ങനെയായിരിക്കണം? The forefinger gives the direction of the magnetic field. The thumb gives the direction of motion of the conductor. Then an induced EMF is formed in the direction of the clearly. അങ്ങനെ സെന്റൻസ് സ്വന്തമായിട്ട് എഴുതിക്ക്. ഒന്നും ബൈഹാർട്ട് ചെയ്ത് മുഴുവൻ കൂടെ കാണാതെ പഠിച്ചു വെക്കല്ലോ കേട്ടല്ല. കാര്യം മനസ്സിലാക്കിയിരിക്കുക ഓരോന്നും എന്താന്ന് മാത്രം. എന്നിട്ട് നമ്മുടേതായ സെന്റൻസിൽ എഴുതാൻ അറിയാം. AC and DC. Alternating current, direct current. അതിനെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാവോ? Alternating current, ഡയറക്റ്റ് കറന്റ്. ട്രീസി ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാവോ? എവിടുന്ന പാട്ട് കേൾക്കാം എനിക്ക്. ഇവിടുന്ന. അപ്പം ശ്രദ്ധിക്കണം, നമുക്ക് രണ്ട് തരം ഉപകരണങ്ങൾ ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിലുണ്ട്. ഡയറക്റ്റ് കറണ്ട് കൊണ്ട് ഉപയോഗിക്കുന്നതും അൾട്ടർനേറ്റ് കറണ്ട് അല്ലെ AC കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓരോ പോയിന്റ് പറഞ്ഞു പോവാണ്, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് ഏതാണെന്നറിയാവോ? അത് ആദ്യം അറിയാം. നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റ് വഴി അല്ല ട്രാൻസ്ഫോമർ വഴി വരുന്ന കറണ്ട് എന്ന് പറയുന്നത് 230 വോൾട്ട് ആൻഡ് 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള AC കറണ്ടാണ് ഹൗസ് ഹോൾഡ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. വീട്ടിൽ വരുന്നതിനാണ് 230 വോൾട്ട് കറണ്ട്, 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ളത്. അപ്പം AC എന്ന് പറഞ്ഞാൽ അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം അറിയാവോ? ഒന്നിടവിട്ട്. ഓക്കെ, അപ്പം അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. ഇപ്പോ ഇതാണ് നമ്മളുടെ y ആക്സിസ്. if this is our x axis, then വരച്ചിട്ട് പറഞ്ഞുതരാം. ഇത് 0 ഡിഗ്രി ഒക്കെ പിന്നെ മനസ്സിലാക്കിയോളും പറഞ്ഞു തരുമ്പം. ജനറേറ്റർ പറയുമ്പം ഇത് 90 ഡിഗ്രി, എല്ലാം 90ന്റെ മൾട്ടിപ്ലിക്കേഷൻ. 0, 9, രണ്ടാമത്തേക്കും 2, 18, 150 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി.
അപ്പൊ എൻ്റെ കയ്യിൽ ഒരു ആർമേച്ചർ കോയിൽ ഉണ്ട്, അതൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഇരുന്ന് കറങ്ങുന്ന ആംഗിളാണ് ഈ ആക്സിസിൽ എഴുതിയിരിക്കുന്നത്. ഇനി അതിനെ തന്നെ ഞാൻ വേറെ രീതിയിലോട്ട് എഴുതി. 0 ആദ്യത്തെ സമയം 0ആണ്. ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ എടുത്ത സമയം ടി, ടൈം പീരിയഡ് ക്യാപിറ്റൽ ടി. എന്നാൽ അതിന്റെ കൃത്യം പകുതിയാകാൻ എടുക്കുന്നത് T/2. കാലാകാൻ എടുത്തത് എത്രയായിരിക്കും? 1/4 അല്ലെ T/4. മുക്കാലെന്ന് പറയുമ്പം 3/4 ടി. ഇങ്ങനെ വേണേലും ബൈ ആക്സ് അടയാളപ്പെടുത്താം. അൾട്ടർനേറ്റ്, ഒന്നിടവിട്ട് പോസിറ്റീവും ഒന്നിടവിട്ട് നെഗറ്റീവും കിട്ടും. സോ ഇവിടെ ഒരു പോസിറ്റീവ് പാർട്ടും ഇവിടെ ഒരു നെഗറ്റീവ് മാക്സിമം വരച്ചു കഴിഞ്ഞാൽ 0 തുടങ്ങി പോസിറ്റീവ് മാക്സിമത്തെ വന്ന് 0 വന്ന് നെഗറ്റീവ് മാക്സിമത്തെ വന്ന് വീണ്ടും 0 വന്നു. 0, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 degree, again it is maximum, 360 degree, again it's 0. This is actually an AC curve. ഇനി ഇവിടുന്ന് അടുത്തത് വരച്ചാൽ എങ്ങനെയായിരിക്കും? അത് ഒരു പോസിറ്റീവ് ആക്സിസ് കണ്ടോ, ഒന്നിടവിട്ട് ആദ്യം ഒരു പോസിറ്റീവ് സൈക്കിൾ കിട്ടി, പിന്നെ ഒരു നെഗറ്റീവ് സൈക്കിൾ കിട്ടി, പിന്നീട് ഒരു പോസിറ്റീവ് സൈക്കിൾ കിട്ടി. അപ്പം സമയത്തിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ അനുസരിച്ച് നോക്കി, ഇവിടെ ആകുമ്പം ഇതിന്റെ ഒരു ടാൻജന്റ് വരയ്ക്കുക, അല്ലെ ഇതിൽ നിന്നൊരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ വരുമ്പോൾ താഴത്തോട്ടെ ഡയറക്ഷൻ. വേവ് ഇങ്ങനെ കയറി ഇറങ്ങി വരിക. ഒരു കൃത്യമായ ഇടവേളകളിൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡ്, വാല്യൂവും മാറും, ദിശയും മാറും, അളവും മാറും, ദിശയും. ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് direction both are varied in the case of a AC current. എന്നാണ് പറയാം അൾട്ടർനേറ്റീവ് കറന്റ്. 230 വാൾട്ട് 50 ഹെർട്സിൽ ഹൗസ് ഹോൾഡ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞ AC കറന്റ് ആണ്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് അവിടെ വരച്ചത്. ഇതിനകത്ത് ഇപ്പം തീറ്റ അല്ലെങ്കിൽ ഈ ആക്സിൽ നമ്മൾ ടൈം എടുത്ത്, ഇതിനകത്ത് നമ്മൾ വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ഉണ്ട്. ഇതിങ്ങനെ വരുമ്പോൾ അതവിടെയാണ് എത്ര വോൾട്ടേജ് അവർ തന്നെ ആയിരിക്കണം ഇവിടെയും കിട്ടുന്നത്. മാക്സിമം വാല്യൂ മുകളിൽ എത്ര വരയ്ക്കുന്നു, അപ്പോൾ സ്കെയിൽ കൊണ്ട് വളരെ കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കണം. അപ്പം അടുത്ത സൈക്കിളിന്റെ നെഗറ്റീവ് പാർട്ടിന്റെ മാക്സിമം ഇവിടെ കിട്ടും. കണ്ടോ, അതുപോലെ 36 ഇങ്ങനെ ബാക്കി ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്തു പോകാം. ഏതൊക്കെ ഉപകരണങ്ങളാണ് നമ്മളുടെ വീട്ടിൽ AC ഉപയോഗിക്കുന്നത്? ഞാൻ പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ കുറെ ഇൻസ്ട്രുമെന്റ് തന്നിട്ട് അതിൽ AC DC തിരിച്ചെഴുതാൻ പറഞ്ഞു. നമ്മൾക്കറിയാം മോട്ടർ, AC മോട്ടർ കറക്കണല്ല, ഒന്നിടവിട്ട് ഡയറക്ഷൻ കറണ്ടിന്റെ മാറും. വീട്ടിൽ ഉപയോഗിക്കുന്ന AC-കൾ, ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ എന്ന് പറയും. നിങ്ങൾ പരീക്ഷയ്ക്ക് നമ്മുടെ ഇതെന്നാ പറയണേ, വാഷിംഗ് മെഷീൻ എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ഡിഷ് വാഷേഴ്സ് എന്ന് പറയണേ, വാഷിംഗ് മെഷീൻ, തുണി അലക്കുന്ന വാഷിംഗ് മെഷീൻ. പിന്നെ ടോസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം, TOASTERS. അതായത് നമ്മളിങ്ങനെ ഒരു സ്റ്റീലിന്റെ പെട്ടിയാണ്, അതിന്റെ മുകളിൽ ഇങ്ങനെ 2 ഓപ്പണിംഗ് ആണ്. നമ്മൾ ഈ ബ്രെഡൊക്കെ അതിനകത്തോട്ട് ഇറക്കി വെച്ച് കറണ്ട് കൊടുത്ത് അത് ചൂടാക്കി കഴിക്കും. അപ്പൊ അതിന് 1-2 എക്സാമ്പിൾ ഇങ്ങനെ ഓർത്തിരുന്നേക്കുക. ഇനി ഡയറക്റ്റ് കറണ്ട് ഉപയോഗിക്കുന്നതാണ് TV, മൊബൈലിന്റെ ബാറ്ററി, സ്മാർട്ട് ഫോണുകളുടെ, മൊബൈൽ എന്ന് പറയുമ്പോൾ അത് തന്നെ കേട്ടോ, എന്നാലും സ്മാർട്ട് ഫോൺ കണ്ട സ്മാർട്ട് ഫോണുകളുടെ ബാറ്ററി, ലാപ്ടോപ്പിന്റെ ബാറ്ററി, പിന്നെ എന്നാ ഉള്ളത്, സാധാരണ ബാറ്ററി, ടോർച്ചിനകത്തിരുന്ന ബാറ്ററികളെല്ലാം DC ആണ്. പിന്നെ എന്നാ ഉള്ളത്, കാൽക്കുലേറ്ററിന്റെ ബാറ്ററി, ഇതെല്ലാം DC കറണ്ടുകൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം AC കറണ്ടുകൾ ഉപയോഗിക്കുന്നു.
അപ്പം ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? There is no change in magnitude and direction. No change in both magnitude and direction. ദിശയ്ക്ക് ഒരു വ്യത്യാസമില്ല, എപ്പോഴും ഒരേ ഡയറക്ഷനിൽ പോകും, ഒരേ വാല്യൂ ആയിരിക്കും. ഇപ്പം ഒരു 3 വോൾട്ട് ബാറ്ററിയുടെ പടമാണ് നമ്മൾ വരയ്ക്കുന്നതെന്നിരിക്കട്ടെ. 3 വോൾട്ട് ബാറ്ററി. ഇത് മുമ്പത്തെ പോലെ തന്നെ വോൾട്ടിനെ വൈ ആക്സിൽ വരച്ചു, നമ്മുടെ ടൈം ഇന്റർവെലിനെ ടീനെ എക്സ് ആക്സിൽ വരച്ചു. വാല്യൂ 3 വോൾട്ട് ആണെങ്കിൽ ഇവിടെ 3 വോൾട്ട് അടയാളപ്പെടുത്തി. 3 വോൾട്ടിൽ ഇത് വരയ്ക്കുന്നത് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ. എത്രയാണോ വോൾട്ട് അവിടുന്ന് അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് അങ്ങ് പോകും. 3 വോൾട്ട് ബാറ്ററി. ഈ ആക്സിസ് എന്ന് പറയുന്നത് വോൾട്ടേജ്, ഈ ആക്സിസ് എന്ന് പറയുന്നത് ടൈം. മുമ്പത്തെ പോലെ ആംഗിൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ there is no issues. Here 0, 19, 180, 270, 360. There is no change in terms of time period. ഒരു സൈക്കിൾ ഇവിടെ നോക്കി, ഒരു പൂർണ്ണ സൈക്കിൾ എടുക്കാൻ വേണ്ട സമയം, അതിനെയാണ് ടൈം പീരിയഡ്. ടി 0, T/2, ഹാഫ് ടി, അല്ലെങ്കിൽ ഇവിടെ ഇനി കാല് 1/4 T/4, ഇവിടെ 3 T/4. എല്ലായിടത്തും എങ്ങനെയായിരിക്കും? ദിസ് വാല്യൂ ഈസ് സെയിം. സോ വാല്യൂ is same, direction is same. That is called a DC current. Here the direction is varying, magnitude is varying. That is called an AC current or alternating current. വ്യക്തമായോ? അതോടെ നമ്മൾ മലയാളത്തിൽ പ്രത്യാവർത്തനം എന്നുള്ളത് അല്ലെ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രത്യാവർത്തന വൈദ്യുതി, നേർധാര വൈദ്യുതി. ഇനി ഏതെങ്കിലും ടേം വ്യത്യാസമുണ്ടോ അറിയത്തില്ലാത്തത്? വോൾട്ടേജ് ഒന്നും കുഴപ്പമില്ലല്ലോ, ഒരു വോൾട്ടേജ് കൊടുക്കുന്നു, അതിന്റെ ഗ്രാഫുകൾ, അതിന്റെ ദിശ ഒരേ ദിശയിലായിരിക്കും, ആ കറണ്ടിന്റെ അളവ് എപ്പോഴും ഒരേ അളവിലായിരിക്കും. ഓക്കെ, വൈദ്യുതിയുടെ അളവ് ഒരേ അളവും ഒരേ ദിശയിലും ആയിരിക്കും. ഡി സിയുടെ കേസ് ഇവിടെ വരുമ്പം ഓരോ സമയത്തും ദിശയും മാറും, വൈദ്യുതിയുടെ അളവും മാറും. അപ്പം എ സി കറന്റ് അൾട്ടർനേറ്റീവ്, ഒന്നിടവിട്ട് പ്രത്യാവർത്തന വൈദ്യുതി, ഡയറക്റ്റ് കറന്റ് ഓർ നേർധാര വൈദ്യുതി. ഒരു ഹെഡിങ് എന്ന് പറയുന്നത് 2 എക്സ്പെരിമെന്റ് ആണ്. ഇപ്പം പേജ് നമ്പർ 49 കണ്ടോ, ഒരു റെസിസ്റ്ററിലോട്ട് നമ്മളൊരു ബാറ്ററി എടുത്തു. ബാറ്ററി ഇപ്പം 1.5 വോൾട്ട് എന്ന പുസ്തകത്തിൽ തന്ന്, അതിന് പകരം 3 വോൾട്ട് ആണേലോ 6 വോൾട്ട് ആണേലോ 9 വോൾട്ട് ആണേലോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു സ്വിച്ച് കൊടുത്ത് നിങ്ങൾ മുട്ടിക്കാം കേട്ടോ, സ്വിച്ച് ഓൺ ആക്കാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിച്ച് ഇവിടെ ഒരു ഗാൽവനോമീറ്റർ കൊടുത്തു. ഇപ്പൊ നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ ഇവിടുന്ന് കറണ്ട് ഒഴുകി, ബാറ്ററിയുടെ ഇവിടുന്ന് ഇലക്ട്രോൺ ഇതിലെ ഒഴുകി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും, അല്ലെ കറണ്ട് ഈ ഡയറക്ഷനിൽ പോകും. ഇലക്ട്രോൺ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് വരും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പോകും. ഇത് ഓൺ ആക്കി കഴിയുമ്പോൾ എന്നാ പറ്റും? ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ കിട്ടും, ശരിയല്ലേ? അപ്പം സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞപ്പോൾ ഗാൽവനോമീറ്റർ വലത്തേക്ക് തിരിഞ്ഞു നോക്കുക. സ്വിച്ച് ഞാൻ ഓഫ് ചെയ്ത് വീണ്ടും ഗാൽവനോമീറ്റർ ഓൺ ആക്കിയാൽ എനിക്ക് അങ്ങോട്ട് തന്നെ ഡയറക്ഷൻ കിട്ടുകയുള്ളൂ, വലത്തേക്ക് തന്നെ. എപ്പോഴും സെയിം ഡയറക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്നാ?
ഇനി ഞാൻ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഇങ്ങനെ ഇതിന് പാരലായിട്ട് കൊടുത്തേച്ച് ഒരു വോൾട്ട് മീറ്റർ കൊണ്ട് അളന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഈ കൊടുത്തിരിക്കുന്നത് 1.5 ആണ്. 1.5 വോൾട്ട്. അതായത് മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. ബാറ്ററി തല തിരിച്ചു കൊടുത്താലോ ഗാൽവനോമീറ്റർ അപ്പുറം ഇപ്പുറം നീക്കി ഒന്നും ഒരു കുഴപ്പമില്ല. റെസിസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും വരികയില്ല. ദിസ് ഈസ് ദ ഡി സി കറണ്ട്. അതായത് ബാറ്ററി ഡി സി കറണ്ട് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞു ഓൾറെഡി. അങ്ങനെ പറയുന്ന ഒരു എക്സ്പെരിമെന്റ് വല്ല എഴുതാൻ പറഞ്ഞാൽ ഇതൊന്ന് വരച്ച് എഴുതിയാൽ മതി. ദിസ് എ പ്രൊഡക്ഷൻ ഓഫ് ഡി സി ബൈ യൂസിങ് എ ബാറ്ററി. ഇനി എ സി എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമുക്കൊരു സോളിനോയിഡ് വേണം. സോളിനോയിഡില് നമ്മളുടെ ഇ എം എഫ് അല്ല കറണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ ഒരു ഗാൽവനോമീറ്റർ കൊടുക്കണം. ഇനി എന്നായും ഒരു ബാർ മാഗ്നറ്റ് ഇവിടുന്ന് ഇങ്ങനെ ഇതിനകത്തോട്ട് നമ്മൾ കയറ്റി ഇറക്കുകയും ചെയ്യും. ഇതിപ്പോ നോർത്ത് പോളും ഇത് സൗത്ത് പോളും ആണെങ്കിൽ നോർത്ത് പോള് ഇപ്പൊ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പം ഗാൽവനോമീറ്റർ ഡയറക്ഷൻ വലത്തേക്ക് പോയാൽ തിരിച്ചു വലിക്കുമ്പോൾ ഗാൽവനോമീറ്റർ ഡയറക്ഷൻ എങ്ങോട്ട് പോകും? ഈ അടുത്തോട്ട് പോകും. ദാറ്റ് മീൻസ് ദിശ മാറും. ഡയറക്ഷൻ ഈസ് വേരി ഓർ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അതുപോലെ തന്നെ ഇപ്പൊ ആദ്യം വലത്തേക്ക് പോയി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കിട്ടി, പിന്നെ ഇടത്തോട്ട് പോയി ഒരു നെഗറ്റീവ് കിട്ടി. അപ്പൊ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ആൾട്ടർനേറ്റിംഗ് കറന്റ് അല്ലെങ്കിൽ പ്രത്യാവർത്തന വൈദ്യുതി അല്ലെ? പ്രത്യാവർത്തന വൈദ്യുതി അല്ലെങ്കിൽ എ സി കറണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കും. അന്ന് പറഞ്ഞ പോലെ സൗത്ത് പോള് മാറ്റിക്കഴിഞ്ഞ് നോർത്ത് പോളിന് പകരം സൗത്ത് പോള് വെച്ച് കഴിഞ്ഞാലോ ആദ്യം അടുത്തോട്ട് തിരിയും, പിന്നെ വലത്തേക്ക് തിരിയും. ആദ്യം സീറോയിൽ നിൽക്കുവാണ്. ഇനി എങ്ങനെയൊക്കെ ഇതിന്റെ ശക്തി വർദ്ധിപ്പിക്കാം? കമ്പിച്ചുരുളിന്റെ എണ്ണം കൂട്ടുക, മാഗ്നറ്റിന്റെ തീവ്രത വർദ്ധിപ്പിക്കുക, സ്പീഡ് കൂട്ടുക. അങ്ങനെ 3 രീതിയിൽ അതിന്റെ. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ആ എക്സാമ്പിൾ ഓഫ് എ ഡി സി സർക്യൂട്ട് ഓർ ഡി സി കറന്റ്, formation of an DC direct current. This is a formation of an AC current by using a solenoid and a bulk magnet. Here we only need a battery and a resistor wire, ഒരു പ്രതിരോധ വയർ. ഇത് ഡയറക്റ്റ് കറന്റ്, നേർധാര വൈദ്യുതി. ഇത് പ്രത്യാവർത്തനധാര വൈദ്യുതി. പ്രത്യാവർത്തി ധാരാവൈദ്യുതി. പ്രത്യാവർത്തി ധാര വൈദ്യുതി. അപ്പൊ അതിന്റെ രണ്ടിന്റെയും ഓരോ എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു എന്നാ പറഞ്ഞ അത് കാണിക്കുന്ന ഒരു സർക്യൂട്ട് വരയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് രണ്ടും വരയ്ക്കണം. അതിന്റെ ഒന്നാണ് ഞാൻ ആക്ടിവിറ്റി 1, രണ്ടാമത്തെ ആക്ടിവിറ്റി 2, പേജ് നമ്പർ 49 ഗാൽവനോമീറ്റർ, സെല്ല്, റെസിസ്റ്റർ ഇതെല്ലാം കൂടെ നേരെ കൊടുത്തു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഗാൽവനോമീറ്റർ എങ്ങോട്ടായിരിക്കും? ഇറ്റ് ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും മൂവ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 2, എ ഗാൽവനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു എ സോളിനോയിഡ്. ദ മാഗ്നറ്റ് മൂവ്ഡ് ഇൻ ആൻഡ് ഔട്ട് കണ്ടിന്യൂസ്ലി ഇൻ ദ സോളിഡ്. ഒരു മാഗ്നറ്റ് എടുത്ത് സോളിനോയിഡ് അല്ലെങ്കിൽ നമ്മുടെ ചാലക കമ്പിച്ചുരുളിനകത്തോട്ട് കയറ്റി ഇറക്കുകയും ചെയ്ത് കഴിയുമ്പം ഗാൽവനോമീറ്ററിന്റെ നീഡിൽ എങ്ങോട്ടൊക്കെ പോകും? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അല്ലെങ്കിൽ ദിശയ്ക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ആദ്യം നോർത്ത് കയറും അങ്ങോട്ട്, തിരിച്ചു വലിക്കുമ്പോൾ ഇങ്ങോട്ട്, അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട്, തിരിച്ചു വലിക്കുമ്പോൾ ഇങ്ങോട്ട്. സൗത്തിലാണെങ്കിൽ ആദ്യം ഇങ്ങോട്ട് തിരിച്ചു വലിക്കുമ്പോൾ അങ്ങോട്ട്. മനസ്സിലായോ? That is an alternating current. In another case that is an DC current. ഫിഗർ വരച്ച് ആക്ടിവിറ്റിയും റിസൾട്ടും എഴുതിയിട്ട്